ഹായ് ഫ്രണ്ട്സ്, എക്കോ വില്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ഇംഫാൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇംഫാലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തേക്കണേ. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. എന്നാലേ എനിക്ക് എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഫോട്ടോസൊന്നും പൊങ്ങച്ചം കൊണ്ട് കാണിക്കുന്നതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇത് കെടാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു ആളിക്കത്തലാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. മലേഷ്യയിലെത്തിയപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡൊക്കെ കിട്ടി തുടങ്ങിയത്. മലേഷ്യയിലെത്തിയപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ ഇടുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേ റെസ്റ്റ് എടുത്തു. വൈകുന്നേരം നമ്മുടെ സ്വന്തം പള്ളിയിലച്ഛൻ, നമ്മുടെ ഫാദർ ഉണ്ടല്ലോ ഇംഫാലിലുള്ള, അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ഇംഫാൽ മാർക്കറ്റിലൊക്കെ പോകാം, അവിടെ ഒരു മലയാളിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് കാണാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇംഫാൽ സിറ്റിയിലേക്കൊന്ന് ഇറങ്ങി. ഹലോ, ഞാനിപ്പോൾ ഇംഫാലിലൊരു മാർക്കറ്റിലാണുള്ളത്. അപ്പം ഈ മാർക്കറ്റിൽ നമ്മുടെ മലയാളിയുടെ ഒരു കട ഉണ്ട്. തിരുവല്ലയുള്ള മലയാളിയുടെ ഒരു കടയാണിത്. ഇവിടെ വേറെ മലയാളീസിൻ്റെ കടയൊന്നും എനിക്കറിയില്ല, ഇത് ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ദിസ് മലയാളി ഷോപ്പ് ഇൻ ഇംഫാൽ. യു വിൽ ഗെറ്റ് ഓൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഹിയർ. ദാറ്റ്സ് വാട്ട് വി കെയിം ഹിയർ. ഇംഫാൽ, whatever Imphal, I'll show inside. This is the shop. Here you will get all bakery items, laddu, like that. This is the shop. This is the shop owner. ആലുകള്ളി. പുള്ളി, നിങ്ങളുടെ പേരെങ്ങനെയാണ്? സദാശിവൻ. ഓക്കെ, അല്ല. അപ്പോൾ ഇനി ആരെങ്കിലും ഇംഫാലിൽ വരികയാണെങ്കിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. സദാശിവൻ എന്നാണ് പേര്. നാട് തിരുവല്ലയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മസാല ദോശയൊക്കെ കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. ഇതാണ് ഷോപ്പ്. ഇവിടെ കിട്ടുന്ന ഐറ്റം ദോശ, ചിക്കൻ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഫാദറാണ്. പുള്ളിയുടെ 10-35, എത്ര വർഷമായി ഇവിടെ? 30 വർഷമായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിൻസിപ്പളായിട്ടൊക്കെ. 33ാമത്തെ കൊല്ലം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ സൈക്കിൾ റൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് മലയാളം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അപ്പോൾ പുള്ളി നമ്മളിവിടെ കൊണ്ടുവന്നത്, ഇവിടെ ഇങ്ങനെ ഒരു ദോശയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇതാ മെനു, ഇതാണ് ചിക്കൻ ദോശ ഐറ്റംസ്, എഗ് ദോശ. സോ വി ആർ ഗോയിങ് ടു എൻജോയ് ദ ഫുഡ്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ദോശയുടെ അതേ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു. 2 കഴിച്ചു. ഇനി അങ്ങോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ 2 കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ആ ദോശയൊക്കെ കഴിച്ചു, നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ്. ഇദ്ദേഹമാണ് എൻ്റെ ഫ്രണ്ട്. ഇത് ഒരു റൊട്ടേറിയനാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അദ്ദേഹം നമുക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇംഫാലിൽ. അവിടെ 1-2 സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാൻ ഒരു ഡ്രൈവറെ അദ്ദേഹത്തിൻ്റെ കാറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല കോണ്ടാക്റ്റാണ്. അപ്പോൾ എപ്പോഴും വിളിക്കും ഇംഫാലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് ലോക്താക്ക് ലേക്ക് കാണാൻ വേണ്ടി പോകാൻ അദ്ദേഹം കാറും ഡ്രൈവറെയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പം ലോക്താക്ക് ലേക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടിപൊളി വയലാണ്, നല്ല രസമുണ്ട്. ഞാൻ കാർ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ കൂടെ ഒരു ആളുണ്ട്, അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ഒരു സൈക്ലിസ്റ്റാണ്. ആളിതാണ്. ഇദ്ദേഹത്തിന് ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ ഒരു കൈ വെച്ചിട്ട് ഇദ്ദേഹം ഓൾ ഇന്ത്യ സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റെസ്പെക്റ്റ് തോന്നിയൊരു വ്യക്തിയാണത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇംഫാൽ സിറ്റിയിൽ നിന്ന് ലോക്താക്ക് ലേക്കിലേക്ക് 45 കിലോമീറ്റർ ഉണ്ട്. അത് ഞങ്ങൾ 2 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ചില കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ആളാണത്. അവർ ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, പക്ഷേ കുട്ടി ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സ് തട്ടിയൊരു കാഴ്ചയാണത്. നമ്മുടെ നാട്ടിലൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് നാട്ടിൽ കാണാത്തൊരു കാഴ്ചയാണത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ചെമ്മീൻ പൊരിച്ചതും പിന്നെ വേറെ എന്തൊക്കെയോ പൊരിച്ചതുമാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല, ഞാൻ കഴിച്ചു നോക്കിയില്ല. വലിയ ചെമ്മീനാണ്, അതങ്ങനെ തന്നെ പൊരിച്ച്, അത് ക്ലീനൊന്നും ആക്കിയിട്ടില്ല, പക്ഷെ അങ്ങനെ തന്നെ തോടോടുകൂടി പൊരിച്ചിട്ടുള്ള സ്നാക്സാണത്. അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയില്ല. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു, വയറ് ഫുള്ളായി. അത് കഴിക്കാനുള്ളൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ട്രൈ ചെയ്തില്ല. ഇത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ചൊരു INAയുടെ ഓഫീസാണ്. അപ്പം ഇത് ബ്രിട്ടീഷുകാർ തകർത്തിട്ടുണ്ടായിരുന്നു. അത് 1968 വീണ്ടും പുതുക്കി പണിത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയാണ് അത് ചെയ്തതൊക്കെ. അങ്ങനെ ഒരു ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണിത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് കയറി ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ആ സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ലോക്താക്ക് ലേക്ക് കാണാനാണ്. ഇത് അവിടെ മീൻ പിടിക്കുന്ന ഒരു ട്രാപ്പാണ്, ഫിഷ് ട്രാപ്പാണിത്. അത് ഉപയോഗിച്ചിട്ടാണ് അവിടെയുള്ള ആളുകൾ മീൻ പിടിക്കുക. ഇപ്പോൾ ആ തടാകത്തിന് ചുറ്റും ഒരു ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട്. തടാകവുമായിട്ട് ബന്ധപ്പെട്ട് മീൻപിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അത്രയും വലുതാണ് ഈ തടാകം. ഈ തടാകത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഈ തടാകത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇംഫാലിൽ. ആരെങ്കിലും ഇംഫാലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ്. ഞാനിപ്പോൾ അതിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വ്യൂ പോയിൻറ്റ്. ഞാൻ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്യൂ പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുപാട് നല്ല കാഴ്ചയായിരിക്കുന്നു. പക്ഷേ ഒരുപാട് മരങ്ങളൊക്കെ വളർന്നിട്ട് ആ കാഴ്ചകളൊക്കെ ഒരു തടസ്സമായിട്ടുണ്ട്. അപ്പം ശരിക്കും വിചാരിച്ചതുപോലത്തെ ഒരു കാഴ്ച എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. നിങ്ങളാ കാണുന്നതൊന്നും വളരെ ചെറിയ സാധനമല്ല. എൻ്റെ ക്യാമറയുടെ പരിധിയുണ്ട്, അതുകൊണ്ടാണ് എനിക്കതൊന്നും സൂം ചെയ്ത് എടുക്കാൻ പറ്റാത്തത്. വളരെ പൊട്ടുപോലെ കാണുന്നത് തോണികളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ദൂരത്തുനിന്ന് നോക്കിയാൽ അതൊന്നും മനസ്സിലാവില്ല. വളരെ പൊട്ടുപോലെ കാണുള്ളൂ. അത് നല്ല അടിപൊളി സ്ഥലമാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് നേരം അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഈ തടാകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫംഡിസുകൾ ഈ തടാകത്തിലുണ്ട്, ഒഴുകി നടക്കുന്ന ഫംഡിസുകൾ. ഫംഡിസ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമായിട്ടുള്ള ജൈവ വൈവിധ്യമായിട്ടുള്ള ഒരുപാട് മണ്ണും ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫ്ലോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം അതിൽ ഏറ്റവും വലിയ ഫംഡിസിൻ്റെ വലുപ്പം എത്രയാണെന്ന് വെച്ചാൽ 40 കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് അതിന്, ഏറ്റവും വലിയ ഫംഡിസിൻ്റെ വലുപ്പം. അപ്പോൾ ഒരുപാട് ഫംഡിസ് ഉണ്ട് ഈ ഒരു തടാകത്തിൽ. അതും ഈ ഒരു തടാകത്തിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയയാണ്. ഇംഫാലിലെത്തി ആരും ഈ ഒരു തടാകം മിസ് ചെയ്യരുത്. ഒരുപാട് കാഴ്ചകളുണ്ട്. പോകുന്ന ആളുകൾ നല്ല ക്യാമറയും കൊണ്ട് പോകണം. സൂമൊക്കെ ചെയ്ത് ബൈനോക്കുലറായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ കാണുള്ളൂ. കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, വളരെ ചെറിയ പൊട്ടുപോലെ കാണുള്ളൂ. അതുകൊണ്ട് ബൈനോക്കുലർ നിർബന്ധമാണ് ഈ ഒരു തടാകം കാണാൻ പോകുന്നുണ്ടെങ്കിൽ. നല്ല ക്യാമറയും ബൈനോക്കുലറും. ഈ തടാകത്തിൻ്റെ ചുറ്റുപാടും വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 ഭാഗത്തും നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ വ്യൂ പോയിൻറ്റിൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പം ഞാൻ അവിടേക്ക് താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ കുറേ റിസോർട്ടുകൾ മീൻസ് ഒരു 4-5 വില്ലാസ് അവിടെ കാണുന്നുണ്ട്. ആളുകളൊന്നും ഇല്ല അതിൽ, പക്ഷേ അത് വർക്കിംഗ് ആണ്. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ അവിടെ താമസിക്കുകയാണെങ്കിൽ, നല്ല രസമുള്ളതായിരിക്കും. പക്ഷെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത്രയും നല്ല സ്ഥലത്ത് അത്രയും നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന റിസോർട്ടുകളാണ്. അപ്പം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, ഇംഫാലിൽ പോകുന്ന ആരും മിസ് ചെയ്യരുത്.
ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ തടാകത്തിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടും. കാരണം അത്രയും മാക്സിമം ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ ഫോട്ടോയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എന്തോ ഒരു പൊട്ട് പോലത്തെ സംഭവമാണ്. ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ആളുകളാണ്, ആളുകൾ തോണിയിൽ മീൻ പിടിക്കുകയാണെന്നുള്ളത്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും ദൂരത്താണത്. ശരിക്കും ബൈനോക്കുലറൊക്കെ ആയിട്ട് പോയാലേ നമുക്ക് അവരെന്താ ചെയ്യുന്നത്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ എന്തായാലും ബൈനോക്കുലർ വേണം. അതില്ലാതെ പോയിട്ട് വേസ്റ്റാണ്. നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, അത്രയും ദൂരത്താണ്. അതുകൊണ്ട് പോകുന്നവരെല്ലാവരും ഒരു ബൈനോക്കുലറായിട്ട് പോവുക. എന്നാലേ പോയതിൻ്റെ പേർപ്പസ് നടക്കുള്ളൂ. അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് കാണുന്നത് ഒരു ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കയറാൻ പറ്റുമെന്ന്, പക്ഷെ അവർ സമ്മതിച്ചില്ല, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ചോദിച്ചു, പക്ഷെ അവർ പറഞ്ഞു കൗണ്ടറൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തു, ബോട്ട് പോയതിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതും കൂടി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിരാശനായി തിരിച്ചു മടങ്ങി. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. ആ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായേനെ. അതിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഫംഡിസിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യം ഞാൻ ഇംഫാലിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതായിരിക്കും. ഇത് ഞാൻ കണ്ടിരിക്കും. ഈ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യരുത്. പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം, എന്നാലേ നിങ്ങൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിപ്പം തിരിച്ച് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാറിൽ കയറി. ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ലോക്താക് ലേക്കിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. അധികം ഷോപ്പുകളൊന്നുമില്ല, ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ലോക്താക് ലേക്കിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ. പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു വളരെ രസകരമായ ഒരു കാഴ്ചയാണിത്. അവിടെ വത്തക്ക തൂക്കി കൊടുക്കുന്നത് കല്ല് വെച്ചിട്ടാണ്. അവിടെ 1 കിലോ 2 കിലോൻ്റെ കട്ടികളൊന്നുമില്ല, അവിടെ കുറേ കല്ലുകളുണ്ട്, അത് വെച്ചിട്ടാണ് അവരെ തൂക്കി കൊടുക്കുന്നത്. ഞാൻ കുറേ നേരം നോക്കി നിന്ന് ചിരിച്ചു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇംഫാലിൻ്റെ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കും.